ഈ പടം ഓർക്കുന്നുണ്ടോ? നമ്മുടെ ഉദയപുരം സുൽത്താന്റെയും കാര്യസ്ഥന്റെയും ഒക്കെ ഒരു മിക്സ് ആണ് സംഗതി. കാര്യം വേറൊന്നുമല്ല, ഈ 3 പടവും എഴുതിയിരിക്കുന്നത് ഒരേ ടീം തന്നെയാണ്, ഉദയകൃഷ്ണ, CBK തോമസ്. ഒരു ഇന്റർ റിലീജിയൻ ആയുള്ള ഒരാൾ ഒരു തറവാട്ടിലേക്ക് വരുന്നതും എന്നാൽ ആ ആളുമായി ബന്ധപ്പെടുത്തി പാസ്റ്റിൽ ഒരു കല്യാണം മുടങ്ങിയതും ഒരു കൊലപാതകം നടന്നതും ഇനി തിരിച്ചു വന്ന ആളുടെ ജോലിയാണ് ഇതൊക്കെ നേരെയാക്കുക എന്നതൊക്കെയായി ഒരു പ്രോപ്പർ ഉദയപുരം സുൽത്താൻ കാര്യസ്ഥൻ മിക്സ്. പക്ഷേ ഈ പടം ഞാൻ ഓർത്തിരിക്കാനുള്ള ഒരു കാരണം, ജയറാം എന്ന് പറയുന്ന നടന്റെ സ്റ്റാർഡം ഏതാണ്ട് അസ്തമിച്ച് അതിന്റെ അവസാനത്തിൽ എത്തി നിൽക്കുന്ന സമയത്ത് പുറത്തിറങ്ങിയ ഒരു ഡീസന്റ് ചിത്രമായിരുന്നു ഇത്. കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് CBK തോമസ് ഉദയകൃഷ്ണ ടീം സ്പ്ലിറ്റായി ഇന്ന് അവരുടേതായ സിനിമകളെ കാണുന്നില്ല. പക്ഷേ ഏതാണ്ട് ഒരു 10-15 വർഷങ്ങൾക്ക് മുൻപ് മിനിമം ഗ്യാരണ്ടി റൈറ്റേഴ്സ് എന്ന് വെച്ചാൽ അത് അവരായിരുന്നു. അവരുടെ കയ്യിലുണ്ടായിരുന്നത് വലിയ പുതുമയുള്ള ഐറ്റം ഒന്നും ആയിരുന്നില്ല, പക്ഷെ ആരെ വെച്ചും അവർ ഹിറ്റ് അടിക്കും. അതിന്റെ ഏറ്റവും വലിയ തെളിവായിരുന്നു ഈ സിനിമ. കാരണം ജയറാം എന്ന നടന് മറ്റൊരാൾ വിചാരിച്ചിട്ടും ഹിറ്റ് കൊടുക്കാൻ കഴിയാതിരുന്ന ഒരു സമയത്താണ് ഈ സിനിമ സംഭവിക്കുന്നത്. പിന്നെ ഈ സിനിമയിൽ ഓർത്തിരിക്കുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിലൊരു അടിപൊളി പാട്ടുണ്ട്. സംഗതി ഒരു വെഡിങ് സോങ് ആണ്. ആ ഗാനരംഗത്ത് ഒരുപാട് പേരുണ്ടെങ്കിലും അത് മൊത്തത്തിൽ കൊണ്ടുപോയത് നായകൻ ജയറാം തന്നെയായിരുന്നു. പുള്ളിയുടെ വക നല്ല എനർജറ്റിക് ആയിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു ആ പാട്ട് മുഴുവൻ. ഏറ്റവും അവസാനമായി ആ 90s വൈബിൽ ജയറാമിനെ കണ്ടതും ഒരുപക്ഷെ ഈ സിനിമയിലായിരിക്കും.